ഓരോ ദിനങ്ങളും എന്നെ സംബന്ധിച്ച് ജന്മദിനങ്ങളാണ്. കാരണം രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ എവിടെയാണെന്ന് നമുക്കറിയില്ല. പുതിയ പ്രഭാതത്തിൽ നമ്മൾ ഉണരുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് ജന്മദിനം എന്ന് പറയുന്നത്. പുലർകാലെ 4:30 ശേഷം ഉണരുമ്പോൾ ഒരുപാട് സമയം നമുക്ക് രാവിലെ ആസ്വദിക്കാൻ കിട്ടും. പ്രഭാതമാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ. രാവിലെയുള്ള കലാപരിപാടികളൊക്കെ നിത്യേന എന്നോണം ഇന്നും നടക്കുകയാണ്. തീ കൂട്ടി അരിയൊക്കെ ഇട്ട് കഞ്ഞിയാണെങ്കിൽ തിളച്ചു തുടങ്ങി, അതതിൻ്റെ വഴിക്ക് നടക്കും. പിന്നെ ഭാര്യയാണെങ്കിൽ പുതിയൊരു വിദ്യാർത്ഥി ആയതുകൊണ്ട് നല്ല പഠനത്തിലാണ്. വെളുപ്പിനെ എണീറ്റ് പഠനം തുടങ്ങി. LLB വിദ്യാർത്ഥിയാണ്. റിട്ടയർമെൻറ്റിന് ശേഷം പുതിയൊരു ആഗ്രഹമാണത്. ഞാനും ചില കലാപരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. നമ്മൾ വെറുതെ ഇരുന്നാൽ രോഗിയായി തീരും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജീവിതത്തിൽ തിരക്കുള്ളവരായി മാറാൻ ശ്രമിക്കുക. ചില ബസ് കണ്ടക്ടർമാരുടെ ജീവിതം കേട്ടിട്ടില്ലേ? അവർക്ക് വണ്ടിയിൽ സ്ഥിരം യാത്ര ചെയ്യുന്നത് കൊണ്ട് എഴുതണമെങ്കിൽ വണ്ടിയില്ലാത്തപ്പോഴും കുലിക്കിയാലാണ് എഴുതാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ എപ്പോഴും നമ്മൾ തിരക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് ജീവിതത്തിൽ വല്ലാത്തൊരു സന്തോഷം ലഭിക്കുന്ന കാര്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. വെറുതെ നമ്മൾ ഒരു പണിയുമില്ലാതെ ഇഷ്ടംപോലെ ഭക്ഷണവും സൗകര്യവുമുണ്ട് തിന്നു കൊഴുത്ത് നമ്മൾ ജീർണിച്ച് രോഗാവസ്ഥയിലേക്ക് എത്തി രോഗിയായി മരണപ്പെടുന്നതിനേക്കാൾ എന്തെല്ലാം സുഖവും സന്തോഷവുമാണ്. ഇത്തരം ചില കാര്യങ്ങൾ ഭാര്യയുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ ഫുള്ളായി സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. LLBക്ക് ഇലാഹിയ കോളേജിലെ വിദ്യാർത്ഥിയാണ്. ഫസ്റ്റ് സെമ്മിൽ MG യൂണിവേഴ്സിറ്റിയിൽ 10th റാങ്കുണ്ട് പുള്ളിക്കാരത്തിക്ക്. അങ്ങനെ അതൊക്കെ സന്തോഷകരമായി ആസ്വദിക്കുകയാണ്. എന്തായാലും ആ മേഖലയിൽ ഉയരണമെന്നുള്ള ആഗ്രഹമാണ് പുള്ളി. അങ്ങനെ പുള്ളിക്കാരത്തിയുടെ തിരക്കങ്ങട് കഴിഞ്ഞാൽ പിന്നെ ഞാനൊരല്പം ഫ്രീ ആവും. പുള്ളിക്കാരത്തി തിരക്ക് പിടിച്ച് യാത്രയാവുകയാണ്. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പലരും പറയാറുണ്ട്, ജീവിതം ഇടയ്ക്ക് മടുപ്പ് തോന്നുന്നു. എവിടെയാണ് ജീവിതം മടുക്കുക? എന്നെ സംബന്ധിച്ച് എത്ര ജീവിച്ചാലും മതി വരാത്ത ദിവസങ്ങളാണ്. ഈ ലോകത്തു നിന്ന് പോകാനേ എനിക്ക് താല്പര്യമില്ല. അത്ര ഇഷ്ടമാണ് ഈ പ്രപഞ്ചവും ഈ പ്രകൃതിയും. ഭാര്യ തിരക്ക് പിടിച്ച് എല്ലാം എടുത്ത് സ്വന്തം വണ്ടിയിൽ കയറി കോളേജിലേക്കുള്ള പുറപ്പാടാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും ഒരു ബാല്യത്തിലേക്ക് എത്തുകയാണ്. പലരും ചോദിക്കും, റിട്ടയർമെൻറ്റിന് ശേഷം ഇനി പഠിക്കാൻ പറ്റുമോ, ഓർമ്മ നിലനിൽക്കുമോ എന്നൊക്കെ. എന്നാൽ ഇതെല്ലാം നിലനിൽക്കാനാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ നിത്യവും ഒരു പരിപാടി നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിൽ ആകർഷ്ടരാകുകയും അതിലൂടെ നമ്മൾ സഞ്ചരിക്കുകയും തിരക്കുണ്ടാവുകയും ചെയ്യുമ്പോൾ കൃത്യമായി എല്ലാം ഓർക്കുകയും നമ്മുടെ തലച്ചോറിന് തന്നെ ശരീരത്തിന് തന്നെ അതൊരു പുതിയ ഉണർവാവുകയും ഒരു ബാല്യത്തിലേക്ക് നമ്മൾ എത്തിയതുപോലെയുള്ള അനുഭവം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ഭാര്യ യാത്ര പറഞ്ഞ് ഇന്നത്തെ പഠനത്തിനായിട്ടുള്ള പുറപ്പാടാണ്. ഇനിയാണ് എൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ച് വലിയ മൂടൊന്നുമില്ല. എന്നാലും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ ഇങ്ങനെ ഓരോന്നായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ആയിട്ട് അടുക്കളയിലേക്ക് ചെന്നപ്പോഴേക്കും ഒരു വടി മൂലയിലിരുന്ന് ചാടി. ഒരു കൃഷിക്കാരൻ്റെ മരം എന്നുള്ള നിലയിൽ എപ്പോഴും ഒരു ചൂരൽ വടി പ്രത്യേകം ഒരു പൊസിഷനിൽ തന്നെ അടുക്കളയുടെ വാതിലിൻ്റെ ബാക്കിൽ എന്നും വച്ചിരിക്കും. കാരണം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു വടിയുടെ ആവശ്യം വന്നാൽ അവിടെ വന്ന് തപ്പിയാൽ, കറണ്ടില്ലെങ്കിൽ പോലും നമുക്ക് തപ്പിയാൽ കിട്ടണം. അങ്ങനെ ഓരോ സാധനങ്ങൾക്കും ഓരോ സ്ഥാനമുണ്ട്. എന്നെ സംബന്ധിച്ച് കൃത്യമായി ഇത് അവിടെ തന്നെ ഇരിക്കണം. എന്നാലാണ് നമുക്ക് രാത്രിയിൽ കറണ്ടില്ലെങ്കിൽ പോലും നമുക്ക് ആ സാധനം തപ്പിയെടുക്കാൻ കഴിയൂ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അത്യാവശ്യം വെള്ളമൊക്കെ കുടിച്ച് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കിയതിന് ശേഷം ഇനി എന്തെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇരിക്കുകയാണ്. പാത്രങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് തേച്ചിരുമ്മി കഴുകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഒരുപാട് മെഷീനറി സംവിധാനങ്ങളൊക്കെ നമ്മുടെ ഓരോ വീടുകളിലും വന്നു തുടങ്ങി. നമ്മളൊക്കെ ഇപ്പോൾ അവസാനമാണ് ഇതിലേക്കൊക്കെ എത്തിയത്. കാരണം ഇതൊക്കെ പരിപാലിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ശീലിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം രസകരമാണ്. നനയുമല്ല, നല്ല ചൂടിനെ എല്ലാം നല്ല തിളച്ച വെള്ളത്തിൽ കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഓയിലും അംശങ്ങളും ഒന്നും ഉണ്ടാകില്ല. വാഷിംഗ് മെഷീൻ പോലെ തന്നെയാണ്, തുണി അലക്കുന്ന മെഷീൻ പോലെ തന്നെയാണ് ഈ പാത്രവും. ഇതും ഡിഷ് വാഷറാണ്. അതിനകത്തേക്ക് നമ്മൾ കഴിച്ച ഭക്ഷണ കഴിഞ്ഞ് ഒന്ന് ചുറ്റിച്ച് കഴുകി കളഞ്ഞതിന് ശേഷം വെറുതെ അതിലേക്ക് വെച്ച് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാം കഴിയുമ്പോഴത്തേക്കും അതെല്ലാം കഴുകി നന്നായി ഉണങ്ങി ഇരുന്നുകൊള്ളും. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് പണികൾ ചെയ്യാൻ, നിലം തുടയ്ക്കാനും ഒക്കെ മെഷീനറികളും കാര്യങ്ങളും റോബോട്ടുകളും ഒക്കെ ഉള്ള കാലമാണല്ലോ. പുതിയ AI സംവിധാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഭക്ഷണം വരെ വാരിത്തരാനുള്ള
റോബോട്ടുകൾ സജ്ജമായി കൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ ചൈനയിലെല്ലാം അത്തരത്തിലുള്ള റോബോട്ടുകൾ സുലഭമായി കൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ വെറുതെ മുകൾ വശത്തേക്ക് ഒന്ന് പോയി ചില കാര്യങ്ങൾക്കായിട്ട് പോയപ്പോഴേക്കും മാതാപിതാക്കളുടെ അവരുടെ മറ്റ് കൃഷി ആയുധങ്ങൾ കണ്ടപ്പോൾ പെട്ടെന്നൊരു നൊസ്റ്റാൾജിയ, വെറുതെ ഒരു വിഷമം. കുറേ നേരം അതിലേക്ക് അങ്ങനെ നോക്കി നിന്നു. ഉഴവുപാടത്തെ ഉപകരണങ്ങളാണ്. മേഞ്ഞിലും നുകവുമാണിത്. കലപ്പയും നുകവുമുണ്ട്. കലപ്പ മേഞ്ഞിൽ നിന്നും അല്പം വ്യത്യാസമുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് ഇത് എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. നെല്ലുണ്ടാകണം മരമന്വേഷിച്ച് നടക്കുന്ന കാലമാണല്ലോ ഇപ്പോൾ. അപ്പോൾ അത്തരം കുട്ടികൾക്ക് പഴയ കാലത്തെ ഓർമ്മകളെ ഒന്ന് അയവിറക്കാനും ഓർമ്മപ്പെടുത്താനും ഞാൻ എൻ്റെ അലങ്കാര വസ്തുവായി മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായി ഞാൻ അവ സൂക്ഷിക്കുകയാണ്. എൻ്റെ പിതാവ് മരണപ്പെട്ടിട്ട് 10-14 വർഷമായി. പിതാവിൻ്റെ ഉപകരണമായിരുന്നു അത്. അപ്പോൾ എന്നാൽ പിന്നെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട്. 95 വയസ്സുണ്ട്. എന്നാൽ ഇന്ന് വേറെ ഒന്നും ചെയ്യാനില്ല. മാതാവിനെ കാണാൻ പോകാമെന്നുള്ള തരത്തിൽ ഞാൻ വീടിൻ്റെയും വണ്ടിയുടെയും താക്കോലെടുത്ത് ഞാൻ പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ്. നമ്മുടെ വീട്ടിൽ എല്ലാ വീടുകളിലും ആളുകൾക്ക് സംഭവിക്കുന്നൊരു പ്രശ്നമാണ് താക്കോൽ കൂട്ടം കാണാനില്ല. ഇറങ്ങുമ്പോഴാണ് വീടിൻ്റെ താക്കോൽ കാണാനില്ല, വണ്ടിയുടെ താക്കോൽ കാണാനില്ല. അപ്പോൾ എപ്പോഴും താക്കോൽ കൂട്ടം തൂക്കാനൊരു പ്രത്യേക സ്ഥലമാണ്. അതിനാണ് അത്തരമൊരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ചിലപ്പോൾ ചില യാത്രകൾ വരെ മുടങ്ങാറുണ്ട് താക്കോൽ കാണാതെ. അതിനാൽ നിങ്ങൾ അത്തരമൊരു സ്ഥലം എല്ലാത്തിനും ഒരു ഇടം കണ്ടെത്തുക. അങ്ങനെ ഞാൻ വാതിലും പൂട്ടി മെല്ലെ ഇറങ്ങി എൻ്റെ വണ്ടിയും എടുത്ത് യാത്ര തിരിക്കുകയാണ്. ഇനിയിപ്പോൾ കൂടുതലായിട്ട് പരിപാലനങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല. ഇനി എന്തുണ്ടെങ്കിലും അത് നാളെ ചെയ്യാമെന്നുള്ള കണ്ടീഷനിൽ മാതാവിനെ കാണാൻ പോവുകയാണ്. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും മാതാവിനെ പോയി കാണും. 10 കിലോമീറ്റർ ദൂരമുണ്ട്. ചെറുവട്ടൂർ എന്ന സ്ഥലത്താണ് എൻ്റെ തറവാട്. ഞാൻ താമസിക്കുന്നതാണെങ്കിൽ മൂവാറ്റുപുഴയും. അപ്പോൾ വണ്ടിയും എടുത്ത് ഞാൻ പുറപ്പെടുകയാണ് നേരെ തറവാട്ട് വീട്ടിലേക്ക്. ഉച്ചവരെ അവിടെ സമയം ചെലവഴിച്ച് തിരികെ വന്നാൽ അല്പം ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുമ്പോഴേക്കും ഭാര്യ എത്തിച്ചേരും. അങ്ങനെ വണ്ടിയും എടുത്ത് ഞാൻ പുറപ്പെടുകയാണ്. പണി ചെയ്യാൻ നോക്കിയാൽ യഥേഷ്ടം പണികളുണ്ട്. എന്നാൽ എല്ലാ ദിവസവും നമ്മൾ രാവിലെ കുറച്ച് നേരമൊക്കെ ചെയ്യും. അതിനുശേഷം നമ്മൾ മറ്റു പല പരിപാടികളിലേക്കും മാറുകയാണ് ചെയ്യുക. രാവിലെയും വൈകുന്നേരവുമാണ് താറാവിനെയും കോഴികളെയും ചെടികളെയും ഒക്കെ പരിപാലിക്കുന്നതും മറ്റ് കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ നടത്തുന്നതും. അങ്ങനെ ഞാൻ നേരെ തറവാട്ട് വീട്ടിലെത്തുകയാണ്. അവിടെ ഇരിപ്പുണ്ട് 95 വയസ്സായ സുന്ദരി. അങ്ങനെ അത്യാവശ്യം നല്ല ഓർമ്മയും നന്നായി ഭക്ഷണവും ഒക്കെ കഴിച്ച് വലിയ അവശതകളൊന്നുമില്ലെങ്കിലും ചെറിയ ചെറിയ അസ്വാസ്ഥ്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അതിൻ്റേതായ പ്രശ്നങ്ങളുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിലായിരുന്നു. അപ്പോൾ വീണ്ടും ഓരോരോ വിശേഷങ്ങളുമൊക്കെ ചോദിച്ച് ആ സന്തോഷവുമൊക്കെ കാണാൻ ചേർത്തിരുത്തി വർത്തമാനം പറഞ്ഞ് അങ്ങനെ കുറേ അധികം സമയം അവിടെ ചെലവഴിച്ചു. അങ്ങനെ ആഴ്ചയിൽ 3 ദിവസം എത്തിച്ചേരുന്ന മാതാവിനെ കണ്ട് ആ സന്തോഷവും നിർവൃതിയും അറിഞ്ഞ് ഞാൻ നേരെ അവിടെ നിന്ന് ഉടൻ തന്നെ പോരുകയാണ്. കാരണം അത്യാവശ്യം ചില കാര്യങ്ങൾക്ക് ടൗണിൽ പോകേണ്ടതുള്ളത് കൊണ്ട് ഒത്തിരി നേരം അവിടെ ചെലവഴിച്ചില്ല. എന്നാലും സമയം ഇപ്പോൾ ഏതാണ്ട് 12 മണി 12:15 ആയി കഴിഞ്ഞു. അപ്പോൾ അത്യാവശ്യം വിശേഷങ്ങളൊക്കെ ചോദിച്ച് യാത്ര പറഞ്ഞ് മാതാവിനോട് സന്തോഷവുമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ മാതാവ് പറയുകയാണ്, നല്ല ക്ഷീണമുണ്ട്, നീ എന്തെങ്കിലും മരുന്നൊക്കെ വാങ്ങി കഴിക്കണമെന്ന്. എന്നെ സംബന്ധിച്ച് തടി കുറയാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അത് മാതാവിനെ സംബന്ധിച്ച് അറിയില്ലല്ലോ. അങ്ങനെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് സന്തോഷിച്ച് മാതാവിൻ്റെ അടുക്കൽ നിന്ന് നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഇന്നിനി പ്രത്യേകിച്ച് വലിയ പരിപാടികൾക്കൊന്നും മുതിരാൻ താല്പര്യമില്ല. അങ്ങനെ ഒരു മൂടൊന്നും ഇല്ലാതിരുന്നത് കാരണവന്മാരുടെ ഓർമ്മകളൊക്കെയായി. ആ ഓർമ്മകളും ഒക്കെ അയവിറക്കി തിരികെ വന്നപ്പോൾ ഒരു ഉത്സാഹമായി. അങ്ങനെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളുമൊക്കെ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളും മറ്റും എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഗുഡ് ബൈ.